മണപ്പുറം എന്ന ഞങ്ങളൊക്കെ വരുന്ന മണപ്പുറത്തുകാരെന്ന് പറയാ. മണപ്പുറം ദേശത്ത് ഒരുപാട് കവികൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ വന്ന ഏങ്ങണ്ടിയൂര്. പക്ഷെ ആ അതിന് മുമ്പ് തന്നെ KSK തളിക്കുളം എന്ന് പറയുന്ന കവി ഉണ്ടായിരുന്നു. ആ കവി മണപ്പുറത്തിൻ്റെ കവി, മണപ്പുറത്തിൻ്റെ മണ്ണിനെക്കുറിച്ച് എഴുതുന്ന കവിയാണ്. അത് ചില സറ്റയർ കവിതകളൊക്കെ ഓർമ്മ വരികയാണ്. അവന് ഈ അവനോടിങ്ങോട്ടൊന്ന് വരാൻ പറ, പൂരം കഴിഞ്ഞിട്ട് പോകാൻ പറ. ഒരു വീട്ടിൽ പോയി ക്ഷണിക്കുകയാണ് പൂരത്തിന്. അപ്പം വരുന്നില്ല. അപ്പം അവനോട് പറയാണ്, അവനോടിങ്ങോട്ടൊന്ന് വരാൻ പറ, പൂരം കഴിഞ്ഞിട്ട് പോകാൻ പറ എന്ന് പറയുന്ന കവിത. അതുപോലെ തന്നെ CK RK എന്നുകൊണ്ട് കവി ഉണ്ടായിരുന്നു. അദ്ദേഹം റേഷൻ ഷാപ്പിനെ കുറിച്ച് കവിതയുണ്ട്. റേഷൻ ഷാപ്പിൽ താഴ്ത്തിവടി, ബാർബർ ഷാപ്പിൽ താടിവടി. ഇങ്ങനെയുള്ള സറ്റയറൊക്കെയുള്ള കവിതകൾ, ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അല്ല പറയുന്നത്. ഇപ്പോൾ മഴക്കാലമാണ്. ഈ മഴക്കവിതകൾ ഒരുപാട് എഴുതിയവരാണ് കവികളൊക്കെ. പ്രണയം, മഴയൊക്കെ ഒരുപാട് കവിതകൾ വന്നിട്ടുണ്ട്. അതിന് കവിത കൂടി മാറിയെങ്കിലും കൂടിയിട്ട് ഇപ്പം നമ്മുടെ ഇന്ന് പുസ്തകപ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിൽ ഉള്ള കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ അതിൽ താളാണ്. ജിതേഷിൻ്റെ മഴത്താളം ഒരു ഗംഭീര താളാണ്. അപ്പോൾ ഞാൻ ആ താളത്തിൽ ഇന്നലെ രാത്രി മുഴുവൻ ആ താളം ആസ്വദിച്ച് കൊണ്ടാണ് ഇവിടെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതിൽ മഴത്താളം മുറുകുമ്പോൾ മതിക്കും പൂക്കടമ്പൂ പോൽ ഇറക്കോലായിൽ എന്നോടടുത്തിരിക്കും എന്നുള്ള വരി. അപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കവിത ചൊല്ലാം. എൻ്റെ 2 കൊച്ചു കവിതകളുണ്ട്. കാരണം മഴ ഓർമ്മിച്ചാണ്. ഇത് ഓർക്കുമ്പോൾ കൊച്ചു കുട്ടികളെ ഓർക്കാണ്. എൻ്റെ ഒരുപാട് കവിതകൾ സ്കൂളിൽ പഠിക്കാനുണ്ട്. എൻ്റെ കുട്ടികളൊക്കെ അവരാണ്. എൻ്റെ ഒരു പേരക്കുട്ടീനെ ഓർക്കും. ആ ഓർത്തിട്ട് ഞാൻ ഒരിക്കൽ മഴ കണ്ടിരിക്കുമ്പോൾ എൻ്റെ പേരക്കുട്ടി എൻ്റെ പിന്നിൽ വന്ന് കാണുകയായിരുന്നു. ആ ഓർമ്മ വെച്ച് എഴുതിയൊരു മഴക്കവിത ചൊല്ല. രണ്ടു കാലങ്ങൾ മഴ കാണുന്നു. ഞാൻ കണ്ട മഴയല്ല ഒരു തലമുറ കാണുന്നത്. കവികളൊക്കെ കാഴ്ചകൾ വ്യത്യാസപ്പെട്ട കാഴ്ചകളായിരിക്കും. ഒരേ കാഴ്ച ഒരുപാട് ആൾക്കാർ കാണുമ്പോഴാണ് ആ കവിത എന്താകുന്നത്, മഴയൊക്കെ ഓടുന്നത്. അപ്പോൾ ഞാൻ ആ ഓർത്ത് ഒരു കവിത ചൊല്ലാം. കാലത്തുണർന്നു മഴ കണ്ടിരുന്നപ്പോൾ ബാല്യത്തിനോർമ്മകൾ ചാറി വന്നു. ആറ്റുവക്കത്തെ മരമൊന്നുലച്ചിട്ട് കാറ്റും മഴയും കനത്തു വന്നു. കാലത്തിൻ ഓലപ്പുരയ്ക്ക് മേലെ മഴക്കാറുകൾ മൂടി കറുത്തു വന്നു. രാത്രി ഉറക്കത്തിലായിരുന്നു പണ്ട് ആർത്തിരമ്പും വിധം പെയ്തിറക്കം. പായിൽ നിന്നും ഉണർന്നു ഞാൻ നോക്കവേ പായുന്നു കൊള്ളിമീൻ ദൂരവാനിൽ. പാളും വെളിച്ചത്തിൻ വാളുകൾ ജാലകപ്പാളിയിൽ ആഞ്ഞാഞ്ഞ് വീശുന്നുണ്ട്. ഒറ്റുവീഴും മഴത്താഴങ്ങളെപ്പോഴും ചോറ്റുപാത്രത്തിലേക്ക് ഇറ്റുന്നുണ്ട്. താഴത്തു ഞാൻ വെച്ച പുസ്തകങ്ങൾ മഴച്ചോർച്ചയിൽ പാടി നനയുന്നുണ്ട്. കാലത്തു ഞാൻ കണ്ടൊരാ മഴ തീർന്നുപോയി, ചോരുന്ന കാലവും തോർന്നുപോയി. നേരവും കാലവും നോക്കാതെ എൻ കൊച്ചു പേരമോളെൻ്റെ അരികിലിപ്പോ. ഞാൻ അറിഞ്ഞില്ലവൾ എൻ്റെ അരികിൽ വന്ന മഴ കാണുകയായിരുന്നു. ഒറ്റച്ചരടിലെ ആജാന്ത ബിന്ദുക്കൾ ഒട്ടിയിരുന്നു കളിക്കുമ്പോൾ. 2 കാലങ്ങൾ ഒരേയൊരു ബെഞ്ചിൽ വന്നൊന്നിച്ചിരുന്നു പഠിക്കുമ്പോൾ. 2 കാലങ്ങൾ ഒരേയൊരു ബെഞ്ചിൽ വന്നൊന്നിച്ചിരുന്നു പഠിക്കുമ്പോൾ. ഇനി ഈ മഴ എന്ന് പറയുന്ന കാഴ്ച ചിലർക്ക് സങ്കടമാണ്, ചിലർക്കത് സന്തോഷമാണ്. ഒരേ മഴ തന്നെ എങ്ങനെ 2 പേര് കാണുന്നു. ഇന്ന് 4ാം ക്ലാസ് എൻ്റെ ഒരു കവിത 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനുണ്ട്. 5ാം ക്ലാസ്സിൽ എൻ്റെ ഒരു കവിത കുറച്ച് വരിയുണ്ട്. ആ വരിയിൽ ചൊല്ലിയാൽ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ടത് എന്നുള്ളത് കൂടി കാണിക്കാനാണ് കവിത എഴുതുന്നത്. മട്ടുപ്പാവിലിരുന്നൊരു കുട്ടി മഴ കാണുന്നുണ്ട്. പട്ടുകുടയ്ക്ക് പുറത്തൊരു പടപട കൊട്ടുകൊടുക്കും മട്ടിൽ. തൊട്ടൊരു കൂരയിൽ നിന്നൊരു കുട്ടി മഴ കാണുന്നുണ്ട്. പൊട്ടിച്ചോരും പുരയിൽ നിന്നും ഞെട്ടിയണിക്കും മട്ടിൽ.
ഒന്നാം കുട്ടി ചിരിച്ചു കളിപ്പൂ പിന്നിൽ പൂമഴയിൽ പൊന്നിൻ മഴയത് പൊന്തും മഴയെന്നോർത്തു കുളിർക്കുന്നു. രണ്ടാം കുട്ടി കരഞ്ഞു കുളിപ്പൂ മണ്ണിൽ തീമഴയിൽ കൊല്ലും മഴയത് പൊള്ളും മഴയെന്നോർത്ത് തിളയ്ക്കുന്നു. രണ്ടും മഴയാണല്ലോ, പക്ഷേ കണ്ടതു രണ്ടാണല്ലോ. പണ്ടു മുതൽക്കേ കാഴ്ചകളിങ്ങനെ കണ്ടു നടപ്പൂ നമ്മൾ. ഒന്നാം കുട്ടിയും രണ്ടാം കുട്ടിയും ഒന്നാകും ലോകം. തരുമോ കാലം ഇവിടേക്കൊരു നാൾ വരുമോ പൂക്കാലം. ഒന്നാം കുട്ടിയും രണ്ടാം കുട്ടിയും ഒന്നാകും ലോകം. തരുമോ കാലം ഇവിടേക്കൊരു നാൾ വരുമോ പൂക്കാലം. ഈ പൂക്കാല സ്വപ്നം കൊണ്ടാണ് നമ്മളൊക്കെ എന്നും അങ്ങനെ വരുമോ എന്നുള്ള സംഘം മാത്രമേ ഉള്ളൂ. എങ്കിലും ഞാൻ എൻ്റെ അധ്യക്ഷൻ്റെ നിലയ്ക്കുള്ള വർത്തമാനം ഇല്ല. ഈ രണ്ട് കവിത കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത കവികളെ വിളിച്ചോളൂ. ഞാൻ വിളിക്കണ്ട. ശരി, ഞാൻ പത്താം. നന്ദി ജിനൻ മാഷ്. അടുത്തതായി ശ്രീ ചാക്കോടി അന്തിക്കാട് മാഷിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, കവിശികയുടെ ഒരു വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കവി ജിതേഷ് വെങ്ങു, ജിതേഷ് NS ടീം മുല്ലനയിൽ ആക്റ്റീവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനം NBS SPCS ഇറക്കിയ 80 പുസ്തകങ്ങളിൽ ഒരെണ്ണമാണ് പെയ്ത് നിറയുമ്പോൾ. നല്ല മഴയുടെ സമയത്ത് ആ ടൈറ്റിൽ തന്നെ മറ്റൊരു കവിതയായിട്ട് മാറുന്നുണ്ട്, പെയ്ത് നിറയുമ്പോൾ. മഴയും പെയ്ത് നിറയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ലൈവിൽ മഴയുടെ അന്തരീക്ഷം ആംബിയൻസിൽ അതിങ്ങനെ കേൾക്കാൻ താല്പര്യപ്പെടുന്നതിൻ്റെ കൂടെയാണ് കവി സമ്മേളനം വരുന്നത്. നമ്മുടെ കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എങ്ങനെ ചന്ദ്രശേഖരൻ, അധ്യക്ഷത ടീം മുല്ലനയിലെ തന്നെ കവിശികയുടെ ടീം മുല്ലനയിൽ ഈ രണ്ടുപേരും ടീം ഉള്ള പ്രധാന കവികളും സാരഥികളുമാണ്. ഞാനും ടീം മുല്ലനേരിയാണ്. ഇനി കവിത, എല്ലാവരും പ്രകൃതിയെ വർണ്ണിക്കുമ്പോൾ എനിക്ക് രാജ്യത്തിൻ്റെ ഒരു ചിത്രം, പ്രത്യേകിച്ച് നുണയുടെ മഴ പെരുമ ഉള്ള കാരണം നുണ രാജ്യം എന്നുള്ള കവിതയാണ് 2-3 ആഴ്ച മുമ്പ് കവിശികയിൽ ചർച്ചയ്ക്ക് വെച്ച കവിതയും കൂടിയാണ്. അപ്പോൾ നുണയുടെ മഴ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നുണരാജ്യം എന്നുള്ള കവിത ചൊല്ലുന്നത് ഞാൻ അവസാന ആക്ടർ എന്നുള്ള രീതിയിലും കൂടിയാണ്. അപ്പോൾ എൻ്റേതായിട്ടുള്ള മനോധർമ്മ രീതിയിലാണ് അത് ചൊല്ലുന്നത്. നുണരാജ്യം. പെരും നുണയന്മാർ രാജ്യം ഭരിക്കുമ്പോൾ ഓരോ വീടും ഓരോ നുണക്കുമിളയാവണമെന്ന് പഠിപ്പിക്കും. സ്വന്തം നാട്ടിലെ നേതാവ് ഒരു നുണ ബലൂൺ ആയിരിക്കണം. പിറന്നാൾ, വിവാഹ വാർഷിക കേക്കുകൾ മുറിക്കുമ്പോൾ ആ നുണ ബലൂണിന്റെ ചേട്ടനും ചേച്ചിയും അനിയനും അനിയത്തിയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും ചുറ്റും തൂങ്ങിക്കിടക്കണം. മുഖ്യാതിഥിയായി നുണയുടെ ഹൈഡ്രജൻ ബലൂണിനെ ക്ഷണിക്കാം. ശുഭ്ര വസ്ത്രധാരിയായുള്ള ആ അതിഥിയുടെ വരവ് കെങ്കേമം തന്നെ. വന്നയുടൻ അയാൾ അടുക്കളയിൽ കയറും. കറികളുടെ രുചി നോക്കും. ഇത് ചിക്കൻ കറിയല്ല, ഇത് മട്ടൻ കറിയാണ്. എല്ലാവരും അത് ഏറ്റു പറഞ്ഞു. ചിക്കൻ കറി നോക്കി ആ ഹൈഡ്രജൻ ബലൂൺ പറയുന്നു, ഇത് ചിക്കൻ കറിയല്ല, ഇത് മട്ടൻ കറിയാണ്. എല്ലാവരും അത് ഏറ്റു പറയും. ഇത് സ്രാവ് കറിയല്ല, കായൽ മീനിന്റെ 1-ാം തരം പാചകം. ആടിനെ പട്ടിയാക്കുന്ന വിദ്യ, കടലിനെ കായലാക്കുന്ന വിദ്യ. ഇത് അവിയലല്ല, 5-6 തരം പച്ചക്കറികൾ ഇട്ട തോരൻ. പറയൂ, ഏറ്റു പറയൂ. അന്ധരായ ആരാധകർ അതും അനുസരിക്കും. സന്ദർശന മുറിയിലെ 3 മതങ്ങളുടെ ഫോട്ടോകളിൽ നിന്നും ഏതെങ്കിലും 2 നീക്കം ചെയ്യാൻ അദ്ദേഹം കൽപ്പിക്കും. അപ്പോൾ കൃഷ്ണനെ അല്ലെങ്കിൽ രാമനെ മാത്രം നിലനിർത്തി കുരിശും ചന്ദ്രക്കലയും നീക്കം ചെയ്യപ്പെടും. പോണ പോക്കിൽ പൂന്തോട്ടത്തിലെ ചുവന്ന പൂക്കൾ
എല്ലാം പുഴുവിൻ്റെ കളിത്തൊട്ടിലാണെന്ന് അയാൾ സൂക്ഷ്മദർശിനി വെച്ച് കണ്ടെത്തി. പോണപോക്കിൽ പൂന്തോട്ടത്തിലെ ചുവന്ന പൂക്കളെല്ലാം പുഴുവിൻ്റെ കളിത്തൊട്ടിലാണെന്ന് അയാൾ സൂക്ഷ്മദർശിനി വെച്ച് കണ്ടെത്തി. ആ ചെടികൾ ഉടൻ നീക്കം ചെയ്യപ്പെടും. ബിവയർ ഓഫ് ഡോഗ്സ് പടിവാതിലടയ്ക്കുമ്പോൾ ബിവയർ ഓഫ് ഡോഗ്സ് എന്ന ബോർഡിൽ അയാൾ അല്പം മാറ്റം വരുത്തും. ബിവയർ ഓഫ് ഗോഡ്, ബിവയർ ഓഫ് ഗോഡ്. മഴയത്ത് പറമ്പിൽ മഴവെള്ള ഞരമ്പുകൾക്ക് ജീവൻ കൊടുക്കുന്ന ചാത്തൻ്റെ തുള്ളിക്കളിക്കുന്ന കുട്ടി വിളിച്ചു പറയും, ഈ മഴയത്ത് ബലൂണുകൾ പൊട്ടില്ലായിരിക്കും, ഈ മഴയത്ത് ബലൂണുകൾ പൊട്ടില്ലായിരിക്കാം, പക്ഷേ സമരങ്ങളുടെ വെയിൽ ചൂളയിൽ പെട്ടെന്ന് പൊട്ടിച്ചിതറും നുണക്കുമിളകളും നുണ ബലൂണുകളും. അടുത്ത ദിവസം പൊട്ടക്കുളത്തിൽ ചത്തുപൊന്തിയ ചാത്തൻ്റെ മകൻ്റെ ശവം നോക്കി ഒരു ലിബറൽ സാംസ്കാരിക പെരുന്നുണയൻ അക്കാദമിയുടെ അധികാര കസേരയിൽ ഞെളിഞ്ഞിരുന്ന് വിളിച്ചു പറയും, ബലൂണുകൾ ആക്ഷേപിച്ചപ്പോൾ അത് പൊട്ടുന്ന ശബ്ദം കേട്ട് ഞെട്ടിവിറച്ച് ഫിറ്റ്സ് വന്ന് ചാത്തൻ്റെ മകൻ മുങ്ങി മരിച്ചതാ. ആ പെരുന്നുണ ഏറ്റുപറഞ്ഞുള്ള കൂർക്കം വലികൾ ആ രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തെക്കാൾ മധുരതരമെന്ന് എല്ലാ നുണ പണ്ഡിതന്മാരും സത്യവാങ്മൂലം പറയും. PhD ബോർഡുകൾ റാൻ മൂളുന്ന എല്ലാ സമ്പന്നരുടെയും ചുമരുകളെ അലങ്കരിക്കും. അപ്പോഴും ഇതിനെ വെല്ലുന്ന സാർവദേശീയ ഗാനം മുഴങ്ങും. വെയിലേറ്റ് പൊട്ടാത്ത എല്ലാ നുണക്കുമിളകളും നുണ ബലൂണുകളും അപ്പോൾ തീർച്ചയായും ദുസ്വപ്നത്തിലെങ്കിലും പൊട്ടിച്ചിതറും. ഒരു നുണരാജ്യത്തിന് നുണകൾ കൊണ്ടുള്ള സ്വപ്നമാളികകളിൽ എത്ര നാൾ സുഖമായി ഉറങ്ങാൻ കഴിയും? നുണബോംബുകൾ പെരുകുമ്പോൾ അതിനെ നിർവീര്യമാക്കും. സത്യത്തിൻ്റെ സമരത്തിൻ്റെ ബമ്പർ ഒരു ജനതയ്ക്ക് മൊത്തമായി അടിക്കുമെന്ന കാലം വരുമെന്ന പ്രതീക്ഷയോടെ ഒരു ദിവസമെങ്കിലും ദുസ്വപ്നം കാണാതെ ഉറങ്ങാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയോടെ നുണരാജ്യം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവിധ ആശംസകളും ജിതേഷ് വെങ്ങൂരിന് കൊടുക്കുന്നു. അടുത്ത കവിയെ വിളിക്കാൻ ശ്യാമിലിയെ ക്ഷണിക്കും. നന്ദി ചാക്കോ മാഷ്. അടുത്തതായി ശ്രീമതി രേഖ CGയെ ക്ഷണിക്കുന്നു. മഴത്താളം മുറുകുന്ന ഈ പ്രകൃതിയോടനുബന്ധിച്ച് നടക്കുന്ന ഈ ജിതേഷിൻ്റെ താളങ്ങൾ ഹൃദയത്തിൻ്റെ താളം മുറുകുന്ന കവിതാ സമാഹാരത്തിന്, പെയ്തു നിറയുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിന് ഹൃദയപൂർവ്വം ആശംസകൾ അർപ്പിക്കുന്നു. കവിത പാറ്റ സാമ്രാജ്യം. പാറ്റ സാമ്രാജ്യം. വീടിനകത്തെ അലമാരിയുടെ വിടവിൽ അടിച്ചു വാരുമ്പോഴാണ് പാറ്റകൾ കൂട്ടത്തോടെ ഇളകിയത്. നാലുപാടും ചിതർന്നതിനിടയിൽ ഒരെണ്ണം കാലിൽ പറ്റിപ്പിടിച്ചു. ഒരെണ്ണം അതാ ഓടി ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്ന മകൻ്റെ പുറത്തേക്ക് അരിച്ചു കയറി. പുറത്തുനിന്ന് തട്ടിക്കളയാമെന്ന് കരുതി എത്തുമ്പോഴേക്കും അവൻ്റെ ഫോണിലേക്ക് ചാടി. ഞാൻ നോക്കുമ്പോൾ മൊബൈലിൻ്റെ ഉള്ളിൽ പാറ്റയെ നിയന്ത്രിക്കുന്ന മകൻ. കലികാലം കലികാലം എന്ന് പിറുപിറുത്ത് ഞാൻ പുറത്തേക്ക് കടന്നപ്പോൾ എൻ്റെ കാലിൽ പറ്റിപ്പിടിച്ച പാറ്റ വിട്ടിട്ടില്ല. മറ്റൊരെണ്ണം അതാ ഓടുന്നു ഏതോ മാസികയിൽ പൂണ്ടു കിടക്കുന്ന മകളിലേക്ക്. അവളുടെ പുറത്തുനിന്ന് കൈകളിലേക്കും കയ്യിൽ നിന്ന് ചാടി തുടയിലേക്കും. നാണക്കേട്. എൻ്റെ അസഹ്യത കേട്ടിട്ടാകണം അവളത് ഒറ്റപ്പോക്ക്, കൂടെ പാറ്റയും.
കാലിലെ പാറ്റ ഒന്നുകൂടി കയറി മുട്ടോളം. ചിതറിയ പാറ്റക്കൂട്ടങ്ങളെ അടിച്ചുവാരിയിൽ അമർത്തിപ്പിടിച്ച് ഒറ്റയേറും. ഏതൊക്കെയോ സാമ്രാജ്യങ്ങളുടെ വിടവുകൾ അന്വേഷിച്ച് ചിതറിയോടുന്ന പാറ്റകൾ. കാലിൽ നിന്നും കയറിയ പാറ്റ എവിടേക്ക് പോയോ എന്തോ, ശരീരത്താകമാനം അരിക്കുന്നു. നന്ദി ശ്രീമതി രേഖ സി. അടുത്തതായി ശ്രീ PP രാജേന്ദ്രൻ കൗത്തയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ജിതേഷ് സാറിൻ്റെ പുതിയ പുസ്തകത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ സദസ്സ് പോലെ തന്നെ ധർമ്മരാജ് സാറിൻ്റെ, രാവണി സാറുണ്ട്, വേദിയിലാണെങ്കിൽ ജിനൻ മാഷുണ്ട്, എങ്ങാണ്ടിയൂർ ചന്ദ്രശേഖർ സാറുണ്ട്, ജയകുമാർ സാറുണ്ട്, ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ. വലിയ സന്തോഷം തോന്നുന്ന പ്രൗഢമായ വേദിയും സദസ്സുമാണ്. ഇവിടെ ഒരു കവിത ആലപിക്കാൻ ഞാനങ്ങനെ ഒരു വലിയ കവിയായിട്ടൊന്നുമല്ല, സൗഹൃദത്തിൻ്റെ പുറത്താണ് ജിതേഷ് മാഷ് എന്നെ വിളിച്ചത്. അതിൽ ജിതേഷ് മാഷിനോട് അങ്ങേയറ്റം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. കുറേ നാൾ മുമ്പ് കുട്ടികൾക്ക് വേണ്ടി ഞാൻ മംഗളമാരിയിലൊരു ചെറിയ കവിത, വളരെ ചെറിയൊരു കവിത എഴുതിയിരുന്നു. ആ കവിത പാടുന്നു. കവിതയുടെ പേര് നടപ്പെന്നാണ്. നടപ്പ്. ചെറുപ്പത്തിൻ നടപ്പത്രേ വളർന്നെത്തും ഗതിക്കുന്നം. ചെറുപ്പത്തിൻ നടപ്പത്രേ വളർന്നെത്തും ഗതിക്കുന്നം. നടപ്പിൻ്റെ മിടുക്കത്രേ നമുക്കൊക്കെ ജയം തോൽവി. നടക്കുമ്പോൾ കിതപ്പുണ്ടാം, നടക്കുമ്പോൾ കിതപ്പുണ്ടാം. കിതയ്ക്കുമ്പോൾ ഇരിക്കാനും ഇരുന്നാൽ പിന്നൊരു മാത്ര കിടക്കാനും നിനച്ചിടാം. നടക്കുമ്പോൾ കിതപ്പുണ്ടാം, കിതയ്ക്കുമ്പോൾ ഇരിക്കാനും ഇരുന്നാൽ പിന്നൊരു മാത്ര കിടക്കാനും നിനച്ചിടാം. കിടക്കുമ്പോൾ മയങ്ങിടാം, കിടക്കുമ്പോൾ മയങ്ങിടാം. മയക്കത്തിൽ ഉദിച്ചിടാം മധുര പൊൻകിനാക്കൾ തൻ കടൽ തീർത്തോരിതിഹാസം. മയക്കത്തിൽ ഉദിച്ചിടാം മധുര പൊൻകിനാക്കൾ തൻ കടൽ തീർത്തോരിതിഹാസം. അതും കണ്ടിട്ടുറക്കത്തിൽ എണീക്കുമ്പോൾ നടുങ്ങിടാം. അതും കണ്ടിട്ടുറക്കത്തിൽ എണീക്കുമ്പോൾ നടുങ്ങിടാം. നടക്കേണ്ടും വഴിയൊക്കെ ഇരുട്ടത്തു മറഞ്ഞത്രേ. നടക്കേണ്ടും വഴിയൊക്കെ ഇരുട്ടത്തു മറഞ്ഞത്രേ. ചെറുപ്പത്തിൽ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ വളർന്നെത്തും പടവിൻ്റെ ഗതിയേതെന്നറിയേണേ. ചെറുപ്പത്തിൽ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ വളർന്നെത്തും പടവിൻ്റെ ഗതിയേതെന്നറിയേണേ. വളർന്നെത്തും പടവിൻ്റെ ഗതിയേതെന്നറിയേണേ. 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 നമസ്കാരം. നന്ദി PP രാജേന്ദ്രൻ കൗത്ത സാർ. അടുത്തതായി ശ്രീ മുരളീധരൻ പുന്നേക്കാട് സാറിനെ ക്ഷണിക്കുന്നു.
പ്രിയ സുഹൃത്ത് ജിതേഷ് വേങ്ങൂരിൻ്റെ പുതിയ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ എല്ലാവിധ സ്നേഹവും കൂടെ അറിയിക്കുന്നു. ഞാനിന്ന് ചൊല്ലുന്ന ഒരു കവിത എൻ്റെ മുഖവും മൂലയും എന്ന് പറഞ്ഞ ഒരു കവിതയാണ്. മുഖവും മൂലയും. ആശാൻ ചരടുകെട്ടി കണക്കു തിരിക്കുമ്പോഴേക്കും ഒരു മൂലക്കല്ലെങ്കിലും മട്ടം മുറിയാതെ അടിച്ചെടുക്കണം. ചരടുമട്ടത്തിലേക്ക് പരുക്കൻ നിരത്തി മൂലക്കല്ലെടുത്തു വയ്ക്കുമ്പോൾ മട്ടം പൊളിഞ്ഞാൽ ആശാന്റെ തെറിയും തന്തയ്ക്ക് വിളിയും ഉറപ്പ്. ആശാൻ ചരടുകെട്ടി കണക്കു തിരിക്കുമ്പോഴേക്കും ഒരു മൂലക്കല്ലെങ്കിലും മട്ടം മുറിയാതെ അടിച്ചെടുക്കണം. ചരടുമട്ടത്തിലേക്ക് പരുക്കൻ നിരത്തി മൂലക്കല്ല് എടുത്തു വയ്ക്കുമ്പോൾ മട്ടം പൊളിഞ്ഞാൽ ആശാന്റെ തെറിയും തന്തയ്ക്ക് വിളിയും ഉറപ്പ്. എഴുതി തിരുത്തി കീറിക്കളഞ്ഞ കവിതയാണ് പലപ്പോഴും മൂലക്കല്ല്. എഴുതി തിരുത്തി കീറിക്കളഞ്ഞ കവിതയാണ് പലപ്പോഴും മൂലക്കല്ല്. നെടുങ്കൻ കല്ലിൽ ചെറുകൂടവും ചുറ്റികയും ആയുധമാക്കി പണി തുടങ്ങും. തട്ടിയും മുട്ടിയും ഇരുത്തിയടിച്ചും മട്ടമെത്തുമ്പോഴായിരിക്കും കണപ്പിന് വെളിയിൽ കല്ലിലൊരു മുഴ. നെടുങ്കൻ കല്ലിൽ ചെറുകൂടവും ചുറ്റികയും ആയുധമാക്കി പണി തുടങ്ങും. തട്ടിയും മുട്ടിയും ഇരുത്തിയടിച്ചും മട്ടമെത്തുമ്പോഴായിരിക്കും കണപ്പിന് വെളിയിൽ കല്ലിലൊരു മുഴ. ആശാന്റെ മുഖമോർത്ത് ചുറ്റിക അല്പം കനത്തിലിടും. ആശാന്റെ മുഖമോർത്ത് ചിറ്റിക അല്പം കനത്തിലിടും. അതോടെ തിരുത്തി തൃപ്തിയാകാതെ വലിച്ചു കീറിയ കവിത കുറിച്ച കടലാസ് പോലെ മൂലക്കല്ല് പലതായി പിളരും. പിന്നീടതിനെ തുണക്കല്ലിലേക്കും പണിക്കല്ലിലേക്കും പരുവപ്പെടുത്തിയാലും എഴുതിത്തോറ്റ കവിതയുടെ കീറിയെറിഞ്ഞ കടലാസ് കണക്കെ വെറും ചീളുകളായി കെട്ടിനുള്ളിൽ തള്ളും. ഒരിക്കലും വായിച്ചെടുക്കാൻ കഴിയാത്ത അക്ഷരങ്ങൾ പോലെ പരുക്കനിൽ അടക്കം ചെയ്യും. അപ്പോഴേക്കും ആശാൻ കന്നിമൂലയ്ക്കുള്ള കല്ലടിച്ച് നടുവ് നിവർത്തിയിട്ടുണ്ടാകും. ആശാന്റെ തെറിക്കൊപ്പം ഒരു ഉപദേശച്ചീളും നാവിൽ നിന്നും പുറത്തേക്ക് തെറിക്കും. അപ്പോഴേക്കും ആശാൻ കന്നിമൂലയ്ക്കുള്ള കല്ലടിച്ച് നടുവ് നിവർത്തിയിട്ടുണ്ടാകും. ആശാന്റെ തെറിക്കൊപ്പം ഒരു ഉപദേശച്ചീളും നാവിൽ നിന്നും പുറത്തേക്ക് തെറിക്കും. കല്ലിൻ്റെ ഇരിപ്പുറപ്പറിയാത്ത തച്ചനാകുമോ? ഇരിപ്പിടമൊരുക്കിയാൽ താനേ വന്നു ചേരും ഏത് കല്ലിനും മുഖവും മൂലയും. കല്ലിൻ്റെ ഇരിപ്പുറപ്പറിയാത്ത തച്ചനാകുമോ? ഇരിപ്പിടമൊരുക്കിയാൽ താനേ വന്നു ചേരും ഏത് കല്ലിനും മുഖവും മൂലയും. അങ്ങനെയാണ് തള്ളിക്കളഞ്ഞ കല്ലിൽ മൂലക്കല്ല് ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് തള്ളിക്കളഞ്ഞ കല്ലിൽ മൂലക്കല്ല് ഒളിഞ്ഞിരിക്കുന്നത്. നന്ദി. നന്ദി മുരളീധരൻ മാഷ്. അടുത്തതായി ശ്രീ ഹലീൽ റഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കവിയരികിൽ പങ്കെടുത്ത് അങ്ങനെ പരിചയമൊന്നുമില്ല, പോരായ്മകളുണ്ടാവും. പ്രിയപ്പെട്ട ജിതേഷ് വേങ്ങൂരിൻ്റെ പെയ്തു നിറയുമ്പോൾ എന്ന കാവ്യസമാഹാരം ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. കൂടുതൽ വായിക്കപ്പെടട്ടെ എന്ന ആശംസയോടെ കവിതയിലേക്ക് കടക്കുന്നു. കവിതയുടെ പേര് ആഗോള മിഴികൾ. നിന്റെ കണ്ണുകൾ ഏതു സാഹിത്യ പതിപ്പിനേക്കാളും വായനാസമ്പന്നമായിരുന്നു. യഥാർത്ഥ കാമുകർ പുസ്തകങ്ങൾ വായിക്കാറില്ല, കണ്ണുകൾ മറിച്ചുകൊണ്ടേയിരിക്കും. കണ്ണും കണ്ണും കൈമാറിയ കഥകൾ ഒരു വാക്കുപോലുമില്ലെങ്കിലും നീണ്ടു പോകുന്നവ. നാം ഒന്നുമേ മിണ്ടിയില്ല, കണ്ണുകളിൽ നോക്കിയിരുന്നു യുഗങ്ങളോളം പറയാത്ത ഭാഷയിൽ. താജിൻ്റെ കുബ്ബയിൽ പ്രേമത്തിൻ്റെ കൃഷ്ണമണി ഉരുണ്ടു തുടുത്തിരിക്കുന്നു. കണ്ടുകണ്ടങ്ങിരിക്കുമ്പോൾ ലോകം ഒരു കണ്ണായി മാറും. നിന്റെ നേത്രഗോളം ഭൂഗോളത്തോളം വികസിക്കും. നിന്നെ പ്രേമിക്കുമ്പോൾ മുഴുവൻ മനുഷ്യരെയും കൂടി നിരുപാധികം സ്നേഹിക്കാൻ നീ പഠിപ്പിക്കുന്നു. കണ്ണുകൾ പറയുന്നുണ്ട്,
ലോകം ഒരു മിഴിക്കൂടാണെന്ന്. കണ്ണുകൾ പറയുന്നുണ്ട് ലോകം ഒരു മിഴിക്കൂടാണെന്ന്. മറ്റൊരു കവിത, മന്തിപ്രിയർ. കുഴിയിലേക്ക് ഡെഡ് ബോഡി വയ്ക്കുമ്പോൾ ചിതലുകളും ഉറുമ്പുകളും പറഞ്ഞു, ആഹാ കുഴിമന്തി. അല്പം കൂടി ചീഞ്ഞു തുടുത്താൽ നല്ല മസാല പുരട്ടിയ പോലെയാകും. പരിശുദ്ധയാം ഭൂമിദേവി പ്യുവർ വെജിറ്റേറിയനൊന്നുമല്ല. ചുവട്ടിൽ ചിക്കൻ ഇട്ട് കൊടുത്താൽ മരങ്ങൾ മണ്ണും കൂട്ടിയടിക്കും. വൃക്ഷങ്ങൾക്ക് പച്ച നിറമാണെങ്കിലും വേരുകൾക്ക് അസ്ഥി നിറമാണ്. ഖബറുകൾക്കും കല്ലറകൾക്കും മീതെ അട്ടിയിലട്ടിയിൽ പൂക്കൾ വയ്ക്കുമ്പോൾ താഴെ നിരനിരയായി വരിവരിയായി പുഴുക്കളും വിരുന്നെത്തുന്നു. പ്രണയഭരിതമാം ഹൃദയത്തിൽ ആയിരമായിരം പുഴുക്കൾ ആർത്തിയോടെ പുളയ്ക്കുന്നത് കാണൂ. മാംസബദ്ധമല്ലേ രാഗം മരണാനന്തരവും. മാംസബദ്ധമല്ലേ രാഗം മരണാനന്തരവും. നന്ദി, നമസ്കാരം. നന്ദി ഖലീൽ മാഷ്. അടുത്തതായി ശ്രീ അജിമോൻ കാലാപൂരിനെ ക്ഷണിക്കുന്നു. പ്രിയ കാവ്യസ്നേഹികളെ നമസ്കാരം. ജിതേഷ് മാഷിൻ്റെ പെയ്ത് നിറയുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ ശൂർപ്പണഖയെ ഞാനൊന്ന് കണ്ടറിഞ്ഞതാണ്. കവിത ശൂർപ്പണഖ. ഒരു പെൺപൂവാണെന്ന കരുതൽ കേൾക്കാറേതു പെണ്ണിനും മോഹം തോന്നാം, അതല്ലേ പെണ്ണിൻ ഭാഗ്യം. വശ്യമാം ഭാവത്തോടെ ആരണ്യമക്കും പോകും നേരത്തു കാണായി രണ്ട് കോമളരൂപങ്ങളെ. കണ്ട മാത്രയിൽ മേനി പോത്തുവോ, കുളിർ കൊണ്ട് മോഹമഞ്ഞലയിൽ ഞാൻ നനഞ്ഞു കുളിർന്നുവോ. കിതപ്പിലൻ മാറിടമാന്തോളനത്തിൻ സുഖലാവണ്യ നീരാട്ടിനായി തുടിക്കുന്നിതെന്തിനായി. ശ്യാമളാഭ പൂണ്ടിടും ഗന്ധർവ സൗന്ദര്യമൻ മനസ്സിനാമ്പൽ പൊയ്ക തന്നിനായി നീരാടവി. മിട്ടുവാൻ തുടിക്കുന്നോരൻ മേനിതൻ പുളകോത്സവങ്ങളിൽ ചേർത്തു നിർത്തിയിടട്ടെ ഞാൻ. അതിലാസ്യഭാവത്താൽ അഞ്ചിത നേത്രത്താൽ സൗന്ദര്യത്തിടമ്പുകൾ കരികിലെത്തി മന്ദം. മധുവാക്കെറിഞ്ഞു ഞാൻ, ആരാണു നിങ്ങൾ. മധുവാക്കെറിഞ്ഞു ഞാൻ, ആരാണു നിങ്ങൾ. നീണ്ട നയനങ്ങളാലൻ മാനസം കവരുന്നു. വരികൻ ദിവ്യപ്രേമ നൈവേദ്യം നുകരുവാൻ ക്ഷമയിൽ എനിക്കെൻ്റെ മേനി പൂത്തിടും നിതാ. ജ്യേഷ്ഠനെന്നു തോന്നിച്ച സൗകുമാര്യത്തിൻ ചാര നിന്ന് എൻ്റെ മനോഗതമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, സുമുഖി നീ അറിയൂ, സുമുഖി നീ അറിയൂ, ഇവളെൻ്റെ ഭാര്യയായതുകൊണ്ട് മറ്റൊരാളിനെ വേണ്ട. മത്സഹോദരനേകൻ അവൻ നിനക്കായി ചേരും, നിൻ വികാരങ്ങൾക്കൊപ്പം ലയിക്കാനവൻ മതി. ദിവ്യാനുരാഗത്തിൻ പുഷ്പബാണവും പേറി നിൽക്കുന്ന കുമാരൻ്റെ അരികിൽ ചാഞ്ഞൂലോലം. അതിപ്രേമമുൾക്കൊണ്ടു മൊഴിഞ്ഞു
വശ്യാദ്രമായി എന്നെ നിന്മാറിൽ ചേർത്തി മണിവീണമിട്ടില്ലേ. ആവുകിൽ എനിക്കൊട്ടും സ്വീകരിച്ചിടാൻ, ആവുകിൽ എനിക്കൊട്ടും സ്വീകരിച്ചിടാൻ എൻ്റെ ജ്യേഷ്ഠനുണ്ടൊത്ത് അവനൊത്തു രമിക്കൂ മനോഹരി. അടങ്ങാ പ്രണയത്തിൻ ഉൾക്കുളിർ പ്രവാഹത്താൽ യാചനാപാത്രം നീട്ടി മാറി മാറി ഞാൻ കേണു. ഒരു പെണ്ണിൻ പ്രേമത്തെ ഇതുപോൽ തട്ടിക്കളിച്ചിടുവാൻ വിലയില്ലേ പെണ്ണിനീ കാലത്തൊന്നും. ഒരു പെണ്ണിൻ പ്രേമത്തെ ഇതുപോൽ തട്ടിക്കളിച്ചിടുവാൻ വിലയില്ലേ പെണ്ണിനീ കാലത്തൊന്നും. മുറിഞ്ഞ കിനാവിൻ്റെ നോവിലൻ കണ്ണീർ വീണു നീറുന്നു, നുറുങ്ങുന്നു പ്രണയവളപ്പൊട്ട്. മുറിഞ്ഞ കിനാവിൻ്റെ നോവിലൻ കണ്ണീർ വീണു നീറുന്നു, നുറുങ്ങുന്നു പ്രണയവളപ്പൊട്ട്. പെണ്ണിനെ പെണ്ണാക്കുന്ന മാറു ഛേദിക്കപ്പെട്ട് ചോര കൊണ്ടലങ്കൃതമായൊരൻ സ്ത്രീത്വത്തിനെ ആരുമോഹിക്കും. പ്രേമമേതൊരാൾ നിറച്ചിടും, മാതൃത്വവേരെന്നിൽ നിന്ന് അടർത്തിയെന്നേക്കുമായി. എറിയാൻ മാത്രം പെണ്ണു വിധിക്കപ്പെട്ടോ, കാട്ടുപെണ്ണിനും പ്രേമം പാടില്ലെന്ന് ആരു വിധിക്കുന്നു. എറിയാൻ മാത്രം പെണ്ണു വിധിക്കപ്പെട്ടോ, കാട്ടുപെണ്ണിനും പ്രേമം പാടില്ലെന്ന് ആരു വിധിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി അജിമോൻ മാഷ്. അടുത്തതായി ശ്രീ മണികുമാർ ഇഞ്ചത്തൊട്ടി സാറിനെ ക്ഷണിക്കുന്നു. സദസ്സിലും വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജിതേഷ് വെങ്ങൂരിൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് നടക്കുന്നത്. അദ്ദേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹവുമായിട്ട് 25 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ 2000 അധ്യാപകനായി ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹവും അധ്യാപകനായി. അങ്ങനെ ആദ്യം അധ്യാപകരുടെ ഒരു ട്രെയിനിങ്ങിന് കോതമംഗലത്ത് വെച്ചാണ് അദ്ദേഹത്തെ കൂട്ടിമുട്ടുന്നതും. ആദ്യത്തെ സംഗമത്തിൽ തന്നെ ഞങ്ങൾ കവിതയിൽ എന്തൊരു പരിപാടി ട്രെയിനിങ് ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത്വം എനിക്ക് മനസ്സിലാവുകയും ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. പിന്നീട് എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 2 തവണയെങ്കിലും വിളിക്കാറുണ്ട്. 25 വർഷത്തെ പരിചയമുണ്ട്. കേരളത്തിലെ പല ജില്ലകളിലും കവിയരങ്ങിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. പല മത്സരങ്ങളിലും പങ്കെടുത്ത് സമ്മാനം മേടിക്കാനൊക്കെ ഒന്നിച്ച് പോയിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ അന്നും പറയുമായിരുന്നു, താങ്കൾ കവിതയിൽ കൂടുതൽ ശ്രദ്ധിക്കണം, മറ്റ് ആക്ടിവിറ്റീസ് കുറയ്ക്കണം, മറ്റ് പൊതുപ്രവർത്തനങ്ങൾ കുറച്ച് കവിതയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അദ്ദേഹം ഇപ്പോൾ രണ്ടാമത്തെ കവിതാ പുസ്തകം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു 4-5 പുസ്തകം ഇറക്കുന്ന സമയം കഴിഞ്ഞു. അത്രമാത്രം കവിത്വമുള്ള ആളാണ് അദ്ദേഹം. ഞാൻ പറയാൻ കാരണം, ഈ കവിത എന്ന് പറയുമ്പോൾ ഗദ്യ കവിതയുണ്ട്, പദ്യ കവിതയുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം എഴുതുന്ന കൂടുതലും താള നിബദ്ധമായിട്ടുള്ള കവിതകളാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ സ്പെഷ്യാലിറ്റി. ഇപ്പോൾ ഗദ്യ കവിത ഞാൻ കുറച്ച് കാണുകയല്ല, ഗദ്യ കവിതയും പദ്യ കവിതയും ഒക്കെ ഈക്വലാണ്. കാമ്പുണ്ടെങ്കിൽ ഗദ്യ കവിതയും കവിതയാണ്, കാമ്പില്ലെങ്കിൽ പദ്യ കവിതയും കവിതയാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എഴുതുന്ന കവിതകളെല്ലാം കാമ്പുള്ളതാണ്, വൃത്തതാള നിബദ്ധത്തിലാണ് അത് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഗദ്യത്തിൽ കവിത എഴുതാൻ 10 പേർക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ പദ്യത്തിൽ കവിത എഴുതാൻ 8-10 പേർക്കും കഴിയണമെന്നില്ല. ഗദ്യത്തെ കുറച്ച് കാണുന്നതല്ല, അപ്പോൾ അതിൻ്റേതായ ഒരു സംഗീതാത്മകത, സംഗീത താളം കവിതയിൽ വരുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വളരെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ
എൻ്റെ 2-3 ചെറിയ കവിതകൾ അവതരിപ്പിക്കാം. ഞാൻ ആദ്യം ചൊല്ലുന്ന 2 കിറ്റ് കവിതകളാണ്. അമ്മ. സ്നേഹത്തിൻ്റെ കഞ്ഞി വിളമ്പി കണ്ണീർ ഉപ്പായി ചേർത്ത് ഉറക്കമിളച്ച് കാത്തിരുന്നവൾ അമ്മ. എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് ഒഴിഞ്ഞ കലം നോക്കി ഉണ്ടെന്ന് വരുത്തി തീർത്ത് നെടുവീർപ്പിട്ട് പതിരാവിൻ്റെ ഏതോ കറുത്ത യാമത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീണവൾ അമ്മ. ഇനി അച്ഛനെക്കുറിച്ചൊരു ചെറിയ ഗദ്യകവിത. അച്ഛൻ നിതാന്ത രക്ഷകൻ, കുടുംബത്തിൻ്റെ കാവൽക്കാരൻ. കടലിനടിത്തട്ടിൽ നിന്നും മുത്തും പവിഴവും വാരിക്കൊണ്ടുവന്ന കുടുംബത്തിൽ ഉത്സവലഹരി ഉണർത്തുന്നവൻ അച്ഛൻ. ജീവിത ബന്ധാവിൽ എന്നും തനിയെ നടന്നു നീങ്ങുന്നവൻ അച്ഛൻ. നമ്മെ നടന്നു നീങ്ങാൻ പഠിപ്പിച്ചവനും അച്ഛൻ. അതെ, അച്ഛൻ എന്നും അടങ്ങാത്ത ഊർജത്തിൻ്റെ ഒടുങ്ങാത്ത ഒരു മഹാപ്രവാഹം. അച്ഛൻ എന്നും അടങ്ങാത്ത ഊർജത്തിൻ്റെ ഒടുങ്ങാത്ത ഒരു മഹാപ്രവാഹം. ഞാൻ കൂടുതലും പദ്യകവിതകളാണ് എഴുതുന്നത്. ഇപ്പോൾ ഗദ്യകവിതകളുടെ ഒരു കാലാണ്ടായതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് എഴുതി നോക്കാറുണ്ട് എന്ന് മാത്രം. ഇനി ഒരു ചെറിയ പദ്യകവിതയെല്ലാം. ആയിരുന്നു നീയായിരുന്നെൻ്റെ രാഗോത്സവങ്ങളും, നീയായിരുന്നെൻ്റെ പ്രാണനും മുക്തിയും, നീയായിരുന്നെൻ്റെ ഉന്മാദഹർഷവും, നീയായിരുന്നൻ ഹരിത പ്രപഞ്ചവും, നീയായിരുന്നൻ സുവർണ സ്വപ്നങ്ങളും, നീയായിരുന്നൻ അകക്കാമ്പിനൂർജവും, നീയായിരുന്നൻ വസന്തോത്സവത്തിൻ്റെ മായാത്ത വർണ്ണ പ്രപഞ്ചസാരങ്ങളും, ബ്രഹ്മവർഷങ്ങളിൽ ചന്ദ്രോദയത്തിൻ്റെ ഉന്മാദ താണ്ഡവമാടട്ടെ നിന്നിൽ ഞാൻ. ഇനി വാക്ക് എന്നൊരു ഹൈക്കു 4 വരികളുള്ള കവിതയാണ് വാക്ക്. വാക്കെന്ന വാക്കിൻ പൊരുളറിയുമ്പൊഴി നാക്കിൻ മഹാധ്വനി നാം അറിയുന്നതും, വാക്കെന്നു സർവം വിളക്കുന്നു പാരിതിൽ വാക്കുവിദ്വേഷം വിതയ്ക്കുന്നു യുദ്ധവും. ഇനി കാത്തിരിപ്പ് എന്നൊരു ചെറിയ കവിത. കാത്തിരിപ്പ്. നന്മതൻ താളിൽ ഞാൻ സത്യലിപികൾ ധർമ്മം പകർത്തിച്ചുടു ചോര കൊണ്ടതിൽ, നന്മതൻ താളിൽ ഞാൻ സത്യലിപികൾ ധർമ്മം പകർത്തിച്ചുടു ചോര കൊണ്ടതിൽ, വർണ്ണം നിറച്ചെൻ്റെ ജീവൻ പകുത്തേകി മണ്ണു വിണ്ണാക്കാൻ കൊതി പൂണ്ടിരിപ്പു ഞാൻ, മണ്ണു വിണ്ണാക്കാൻ കൊതി പൂണ്ടിരിപ്പു ഞാൻ. അവസാനത്തെ കവിത ഇഷ്ടം. ഇഷ്ടപ്പെടുന്നു ഞാൻ ഈ കാവ്യശീലുകൾ ഇത്തിരി സ്നേഹം പകർന്നു നൽകിടുവാൻ, നഷ്ടപ്പെടുന്നു ദിനങ്ങൾ ഓരോന്നുമേ ഇഷ്ടപ്പെടാതിരിക്കുന്നതെന്തിനു നാം, കുറ്റപ്പെടുത്താം പരിഭവമാകിലും ഒറ്റപ്പെടുത്തരുതാരെയും ജീവിതേ, കുറ്റപ്പെടുത്താം പരിഭവമാകിലും ഒറ്റപ്പെടുത്തരുതാരെയും ജീവിതേ. എൻ്റെ ഈ സ്നേഹഗീതകം, എൻ്റെ ഈ ഹരിതാഭകൾ, എൻ്റെ ഈ സ്നേഹഗീതകം, എൻ്റെ ഈ ഹരിതാഭകൾ. പങ്കുവയ്ക്കുമ്പോൾ ഹൃദന്തതാഴ്വരകളിൽ, പങ്കുവയ്ക്കുമ്പോൾ ഹൃദന്തതാഴ്വരകളിൽ വെൺതിങ്കളിൻ പൂനിലാവു പരന്നിടും, വെൺതിങ്കളിൻ പൂനിലാവു പരന്നിടും. വാക്കുകൾ കൊണ്ടു വസന്തങ്ങൾ തീർക്കണം, മൂക്കിലും പുഞ്ചിരി തലമൊരുക്കണം, വാക്കുകൾ കൊണ്ടു വസന്തങ്ങൾ തീർക്കണം, മൂക്കിലും പുഞ്ചിരി തലമൊരുക്കണം. കാക്കണം നാം ഈ സൗഹൃദ ബന്ധങ്ങളെ,
കാക്കണം നാമി സൗഹൃദ ബന്ധങ്ങളെ, പൂക്കണം നന്മതൻ വൃക്ഷമായങ്ങനെ. കാക്കണം നാമി സൗഹൃദ ബന്ധങ്ങളെ, പൂക്കണം നന്മതൻ വൃക്ഷമായങ്ങനെ. ഇഷ്ടപ്പെടുന്നു ഞാൻ ഇക്കാവ്യശീലുകൾ, ഇത്തിരി സ്നേഹം പകർന്നു നൽകിടുവാൻ. നന്ദി, നമസ്കാരം. നന്ദി മണികുമാർ മാഷ്. അടുത്തതായി നന്ദി പ്രസംഗത്തിനായി ജിതേഷ് മാഷിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും സ്നേഹം നിറഞ്ഞ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജിതേഷ് മാഷ്, ഇന്ന് കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയ കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മാഷ്, മറ്റ് എൻ്റെ സ്നേഹമിത്രങ്ങളെ, ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഔപചാരികത പേര് മാത്രം നന്ദി പറയുന്നതാണ്. കാരണം ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ ലോകത്തോട് മുഴുവൻ കുറച്ച് കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും ഞാൻ എന്താ പറയുക, എന്നെപ്പോലെ ഒരാളുടെ പുസ്തക പ്രകാശനത്തിന് ഇത്ര ദൂരെ നിന്ന് ഇത്ര മഴയത്ത് സൗഹൃദം എന്ന ഒറ്റ ബലത്തിൽ വന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നന്ദി എന്ന വാക്കിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. സ്നേഹം എന്ന വാക്കായിരിക്കും കൂടുതൽ ചേരുക. അപ്പോൾ ഈ കവി അരങ്ങിൽ പങ്കെടുത്ത് ഈ വേദിയെ മനോഹരമാക്കി തീർത്ത എൻ്റെ പ്രിയപ്പെട്ട ഓരോ കവികൾക്കും ഏറ്റവും സ്നേഹത്തോടെ, ആരോടും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ കവിയരങ്ങിൽ പങ്കെടുത്തതിനുള്ള സ്നേഹം അറിയിക്കുകയാണ്. കവിയരങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ അടുത്ത പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക കൂടി ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു അറിയിപ്പുണ്ട്. നമ്മളിപ്പോൾ ചായയ്ക്ക് വേണ്ടി പിരിയാണ്. ഇപ്പോൾ തൊട്ട് താഴെയുള്ള വരാന്തയിലാണ് ചായ. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള നിലയിൽ ഈ ഹോളിൽ ചായ അലൗഡല്ല. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ചായ കഴിച്ചിട്ട് കയറി വന്ന് അടുത്ത പരിപാടി തുടങ്ങാം.